ഞാൻ ഒരിക്കലും എന്നെ ഒരു ലേഡി ആയിട്ട് കൺസിഡർ ചെയ്യണം ഞാൻ പറയാറില്ല. ഒരു ട്രാൻസ് വുമൺ എന്നുവെച്ചാൽ പക്കാ പുരുഷൻ സമൂഹം ആഗ്രഹിക്കുന്നത് പോലെ ഒരു ലേഡി അല്ല ഞാൻ. എന്നുവെച്ചാൽ ഒരു ഗർഭിണിയാവാൻ അല്ല അങ്ങനത്തെ ഒരു കൺസെപ്റ്റ് സമൂഹത്തിന്റെ. പക്ഷെ ഇതൊരു ശരീരം ആണിന്റെയും മനസ്സും അതിൽ പ്രവർത്തിക്കേണ്ട ഹോർമോൺസുകളും ലേഡിയുടെ ആയതിന്റെ പേരിൽ ഒരു ലേഡി എന്നുള്ള സർജറി കഴിഞ്ഞ് കംപ്ലീറ്റ്ലി ലേഡി ആയ ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പൊ അതുകൊണ്ട് തന്നെ എന്നെ ഒരു ട്രാൻസ് വുമൺ ആയിട്ട് കണ്ടു. നോക്കൂ സുഹൃത്തുക്കളെ, ആ പറഞ്ഞത് കൃത്യമായി വിവേകമുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. കൃത്യമായി തന്നെ പറ്റി അറിവുള്ള, താൻ എന്താണെന്ന് തിരിച്ചറിവുള്ള, ബോധമുള്ള, അത് നിങ്ങളും അറിയണം, എല്ലാവരും അറിയണം, നിങ്ങൾ എല്ലാവരും അത് അറിഞ്ഞാൽ മതി, അത് മനസ്സിലാക്കിയാൽ മതി, ഞാനും അത് മനസ്സിലാക്കിയാൽ മതി എന്നുള്ള തിരിച്ചറിവ്. വളരെ സൗമ്യമായ രീതിയിൽ അത് പറഞ്ഞപ്പോൾ മിക്കുള്ളവർക്കും ഇതിനെ സപ്പോർട്ട് ചെയ്യാനാണ് സാധ്യത. എനിക്കും അത് നല്ലതായിട്ട് തോന്നി. കാരണം അവർ അപ്രോച്ച് വളരെ മനോഹരമായിരുന്നു. അവർ കൃത്യമായി തന്നെ അറിഞ്ഞു. അവർക്കൊന്നും പിടിച്ചു വാങ്ങണ്ട, അവർക്കൊന്നും അടിച്ചേൽപ്പിക്കുകയും വേണ്ട. ആ ഒരു രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ് അല്ലേ. ഇനി ഞാൻ വേറൊരു വീഡിയോ കാണിച്ചു തരാം. ഇത് ആക്ച്വലി നമ്മൾ ഇടയ്ക്ക് വെച്ച് കണ്ടല്ലോ, ട്രാൻസ്ജെൻഡേഴ്സും പോലീസും തമ്മിൽ കൊല്ലത്ത് എവിടെ ഭയങ്കര പ്രശ്നം ഉണ്ടായിരുന്ന ഒരു വിഷയമാണ്. ആക്ച്വലി ആ വിഷയത്തിന്റെ കോർ എന്താണ്, ആ വിഷയം എന്ത് റീസൺ ആണെന്നൊന്നും ഞാൻ നോക്കുന്നില്ല. ഞാൻ ഈ ഒരു വിഷയം മാത്രം പറയാം. അതായത് കുറെ പേര് ഈ വീഡിയോ കണ്ടതിന് ശേഷം കമന്റ് ഇട്ടുണ്ട്, ഇവൾമാരെയൊക്കെ അടിച്ച് ഓട്ടിക്കണം, ഇതൊക്കെ എന്താണ് ഇവരൊക്കെ കാണിക്കുന്ന ബിഹേവിയർ വളരെ മോശമാണ്, റോഡിൽ കിടന്ന് അലമ്പ് കാണിക്കുന്നു, പോലീസിനെ അടിക്കുന്നു, വളരെ മോശമാണ്, അസഭ്യം പറയുന്നു. ശരിയാണ്, നമ്മുടെ ഇന്ത്യ ഒട്ടാകെ ഈ ഒരു വിഷയം ദുരുപയോഗം ചെയ്യപ്പെടുന്നുണ്ട്. ഇങ്ങനെ ഒരു ജെൻഡർ ഉണ്ടെന്നുള്ള കാര്യം പോലും അവരെ അക്സെപ്റ്റ് ചെയ്യാത്തൊരു സമൂഹമാണ് ഇപ്പോഴും നിലവിലുള്ളത്. വളരെ ചെറിയ രീതിയിൽ മാത്രമേ മാറ്റം വന്നിട്ടുള്ളൂ. മനുഷ്യരായിട്ട് പോലും കൺസിഡർ ചെയ്യാത്തൊരു വർഗ്ഗമായിരുന്നു ഇവർ. അങ്ങനെയാണ് മനുഷ്യരെ കാണുന്നത്. ഇവർ പ്രത്യേക ജീവിവർഗം, ഇവർ മനുഷ്യരല്ല എന്നുള്ള രീതിയിലാണ് ഇവരെ കണ്ടു കഴിഞ്ഞാൽ അടുപ്പിക്കില്ല. പക്ഷെ പുരാതന കാലം മുതൽ നമ്മൾ ചരിത്രം എടുത്താൽ പോലും, നമ്മളെ മതപുസ്തകങ്ങൾ എടുത്താൽ പോലും അതിനകത്ത് വരെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇവരെയൊക്കെ. അന്ന് നമ്മൾ ജെൻഡറായിട്ട് കൺസിഡർ ചെയ്യാത്ത ആൾക്കാർ ഇപ്പം നമ്മൾ ജെൻഡറായിട്ട് കൺസിഡർ ചെയ്യുന്നു. നമ്മളെ സയന്റിഫിക്കലി നമുക്ക് ഇതിന്റെ റീസൺ എന്താണെന്ന് നമുക്ക് പറയാം. അപ്പം ഇവരുടെ ബിഹേവിയർ ആക്ച്വലി അടിച്ചമർത്തപ്പെട്ട് കിടന്നിട്ട് ഇവരെ മനുഷ്യരായിട്ട് പോലും കൺസിഡർ ചെയ്യാത്ത, ആര് കണ്ടാലും തെറി പറയുന്ന, മോശം പറയുന്ന, പേടിച്ച് ജീവിക്കുന്ന ഒരു വിഭാഗക്കാരാണ് ഇവർ. ഇപ്പോൾ പോലും നമ്മുടെ വീട്ടിൽ ഇങ്ങനത്തെ ഒരാളുണ്ടായി കഴിഞ്ഞാൽ അത് ഒരിക്കലും ആ ഒരു ഹോർമോൺ വ്യത്യാസമാണെന്ന് പറഞ്ഞാലും നമ്മൾ അക്സെപ്റ്റ് ചെയ്യണമെന്നൊന്നുമില്ല. അതിന് നമ്മളൊരിക്കലും അക്സെപ്റ്റ് ചെയ്യില്ല. അപ്പോൾ അവർക്ക് വേറെ വഴിയില്ലാതെ വരുമ്പോൾ അവർ ഇങ്ങനത്തെ ഒരു സമൂഹത്തിനകത്ത് മോൾഡ് ചെയ്യപ്പെട്ട് അവർ മോശം അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ആൾക്കാർ ആ രീതിയിലായിരിക്കും ബിഹേവ് ചെയ്യുന്നത്. ആ ഒരു ബിഹേവിയറൽ ഇഷ്യൂ ഇവർക്കുണ്ട്. അത് ഇവർ മാറ്റേണ്ടായിരുന്നു തന്നെ. നമുക്കൊരിക്കലും സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അവർ എന്തുകൊണ്ട് അങ്ങനെ ആയി എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. ഇനി രണ്ടാമത്, ഇവർ റോഡിലൊക്കെ കിടന്ന് ബേളം വെച്ചു, ഇവർ അസുഖം പറഞ്ഞു, ഇവർ ഭയങ്കര പോലീസിനെ അടിച്ചു, ഭയങ്കര പ്രശ്നമാണെന്നൊക്കെ പറയുന്നുണ്ട്. അത് ഇവിടെ ഒരു പാർട്ടിയുടെ ഒരു പരിപാടി വന്നാൽ എന്താണ് പിന്നെ കാണിക്കുന്നത്? റോഡ് ഉപരോധിക്കുക, റോഡിൽ കയറി നടക്കുക, കൊടിയും പിടിച്ച് റോഡ് നടക്കുക, അപ്പോൾ വണ്ടി തടയുക, ആംബുലൻസ് പോലും സ്ഥലം കൊടുക്കാതിരിക്കുക. അതല്ലേ ഇവിടെ സാധാരണ വിവേകമുള്ള രണ്ട് ജനറേപ്പെട്ട മനുഷ്യരും ചെയ്യുന്നത്. സ്ത്രീയും പുരുഷനും വ്യത്യാസമില്ലാതെ ഒരു പാർട്ടിയുടെ പരിപാടി നടത്താലും ഇത് തന്നെയാണ് നടക്കുന്നത്. അപ്പോൾ അവരും അത് തന്നെയാണ് ചെയ്യുന്നത്. ഇവിടെ പ്രതിഷേധത്തിന്റെ രീതിയൊക്കെ സെയിം ആണ്. അപ്പോൾ അതിന് ഇങ്ങനത്തെ ഒരു ആൾക്കാരാണ് എന്നൊന്നുമില്ല അതിന്. പിന്നെ ഇവരുടെ ബിഹേവിയർ കുറച്ചുകൂടെ മാറ്റിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇവരെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് മാറിക്കഴിഞ്ഞാൽ ഈ കാര്യങ്ങൾ കുറച്ചുകൂടെ ഈസി ആയിരിക്കും. നമ്മൾ ഇപ്പോഴും ഇവരെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല, നമുക്ക് ഇപ്പോഴും ഇവരെ അയത്തപ്പെട്ടതാണ്, മതത്തിന്റെ വിലക്കുകൾ ഇപ്പോഴും ഉണ്ട്. അപ്പം അങ്ങനെയുള്ള വിഷയങ്ങൾ ഉള്ളത് കാരണം ഒരുപക്ഷെ ഇത് പെട്ടെന്നൊന്നും അങ്ങനെ മാറാൻ സാധ്യതയില്ല.